ഇനിയെങ്കിലും കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷന്മാർ പൊളിറ്റിക്സ് കളി നിർത്തുക. എന്നിട്ട് അടിവസ്ത്രം അലക്കുന്ന, മാത്രമല്ല അതൊക്കെ തേച്ച് കൊടുത്തുടുപ്പിക്കുന്ന പണി വേണ്ടാന്ന് വെക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, അഡ്വക്കേറ്റ് ദീപ ജോസഫ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണ്. സ്വന്തം സഭയെ നോക്കുക. സഭ വരമേൽപ്പിച്ചിരിക്കുന്ന പണി കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാനല്ലേ, വേല വെക്കാനല്ലല്ലോ. അതങ്ങ് കൃത്യമായി നടത്തുക. ഇത്രയധികം ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു കാലം മുൻപ് ഉണ്ടായിരുന്നില്ല എന്ന് തിരിച്ചറിയുക. കേക്കും വൈനും ഒക്കെ വിളമ്പുമ്പോൾ ഓർക്കുക, ഇതിലും വലിയ അനർത്ഥങ്ങൾ ഉണ്ടാവുമെന്ന്. സഭ ഏൽപ്പിച്ചു തന്ന സ്വന്തം മക്കളെ സ്നേഹിക്കാൻ കഴിയാത്ത നിങ്ങൾക്ക് എങ്ങനെ രാഷ്ട്രീയ ഭാവി ഉണ്ടാകും? ഈ പണി പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോകണം മിസ്റ്റർ മെത്രാൻസ് ആൻഡ് അധികാരീസ്. ഇന്ന് 2 കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയും ബലിയാടാക്കപ്പെടുകയും ചെയ്തത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. സഭാ സ്ഥാപനങ്ങളിൽ പഠിച്ചു വളർന്നവരാണ് ഇന്ന് സഭയെ ഉപദ്രവിക്കുന്ന സെൻകുമാർ അടക്കമുള്ളവർ. താഴ്ന്ന ജാതി എന്ന സമൂഹം മുദ്ര കുത്തിയവരെ കത്തോലിക്ക സഭ ചേർത്ത് പിടിച്ചിട്ടേയുള്ളൂ. വെള്ളവും വളവും നൽകി പരിപോഷിപ്പിക്കപ്പെട്ട മരമായപ്പോൾ വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയാൻ ഇവർക്കൊക്കെ തോന്നുന്നത് അർഹമായ കരങ്ങളെയല്ല ചേർത്തു പിടിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ്. പാലം കടക്കുവോളം നാരായണ നാരായണ, പാലം കടന്നാലോ കൂരായണ. സിസ്റ്റേഴ്സിന് ഈ പോരാട്ടം സഹിക്കാനുള്ള ശക്തിക്കായി അമ്മയോട് ഞാനും പ്രാർത്ഥിക്കുന്നു. അവരെ കാണാനുള്ള അനുമതിക്കായി ശ്രമിക്കുന്നു. കിട്ടിയാലുടനെ അവരുടെ അടുത്തെത്താൻ ശ്രമിക്കും. അവരെ ആശ്വസിപ്പിക്കാനും ബലം പകരാനും കഴിയുമെങ്കിൽ എന്ന് ആശയോടെ നിർത്തുന്നു. കയ്യിൽ വേദപുസ്തകവും വഹിച്ച് വീട് വീടാന്തരം കയറിയിറങ്ങുന്ന പണി കത്തോലിക്കക്കാരുടെ അല്ലെന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്.